നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കൊച്ചിന് മൊബൈൽ കൊടുക്കരുതെന്ന്? அப்படியெல்லாம் சொல்லக்கூடாது பாரு. അയ്യോ വേണ്ടായേ. അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു വിലയില്ലല്ലോ. സോറി പറയടാ. എവളുടെ ഈ വാശിക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുത്താലേ ഇത് കേറി അങ്ങ് പോവും. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും തരുന്നില്ല. ഞാൻ അറിഞ്ഞു എവിടെ വാശി ഇത്രയും വലിയ പാരയാവൂ. എന്റെ ലച്ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. നിന്നെ എപ്പോഴേ ഏറി കയറ്റി. എന്തോട് പറയുന്നത് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കണേ. ഒരുപാട് പേര് ലച്ചു ചേച്ചീനെ മിസ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. ചേച്ചി ഒരു ട്രിപ്പിലാണ്, അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ വരാത്തത്. അല്ലെങ്കിൽ ലച്ചു ചേച്ചി ഇപ്പോൾ പുതിയ എപ്പിസോഡിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ പുള്ളിക്കാരി ഒരു പേഴ്സണൽ ഒരു ട്രിപ്പ് പോയോണ്ടാണ് ഇപ്പം പുതിയ എപ്പിസോഡുകളിൽ ലച്ചു ചേച്ചി ഇല്ലാത്ത. അപ്പോൾ ഓഡിയൻസ് പലരും നല്ല വിഷമത്തിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എപ്പിസോഡിൻ്റെ പ്രൊമോ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുമെന്നാണ് തോന്നുന്നതാണ്. അപ്പോൾ ആർക്കുട്ടിയും നമ്മുടെ കേശുവൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചെറിയൊരു പ്ലോട്ടിലാണ് പോകുന്നത്. പാർക്കുട്ടിയുടെ ഒരു ചെറിയൊരു തമാശ അല്ലെങ്കിൽ ഒരു പിണക്കം പോലൊരു നിർബന്ധം വാശിയൊക്കെ കാണിച്ചുകൊണ്ട് അതിൽ പെട്ടുപോകുന്ന നമ്മുടെ പാറമ്മയുടെ വീട്ടിലെ മറ്റുള്ളവരെ ആ ഒരു ചെറിയൊരു സാധനത്തിലാണ് പോകുന്നത്. എനിക്ക് കുറച്ചും കൂടി മെർലിനെ ലച്ചുവൊക്കെ വരുന്നൊരു എപ്പിസോഡ് എന്തായാലും ഉടനെ തന്നെ കാണും. അല്ലെങ്കിൽ ശിവയ്ക്കും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈബായി പോകാനെ. ഇതിപ്പോൾ 4 പേരായ കാരണം ഒരു ചെറിയൊരു മന്ദത എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ വന്നിട്ടുണ്ട്. എപ്പിസോഡിലും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും നമുക്ക് തന്നെ